തിരുവോണ നാളുകളൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ എല്ലാവരും കേരളത്തിലൊട്ടാകെ വലിയ രീതിക്കുള്ള ആഘോഷങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവോണം 3-ാം നാളാണ്, അവിട്ട ദിനമാണ്. ഇന്നും സംസ്ഥാനത്ത് ഒരുപാട് പരിപാടികളുണ്ട്. തീർച്ചയായും ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു. തലസ്ഥാനത്ത് എങ്ങോട്ടും ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് കനകക്കുന്ന് കൊട്ടാരത്തിലൊക്കെ വലിയ പരിപാടികളും മേളയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇന്നും നാളെയൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും അവരുടെ ബന്ധുവീട്ടുകളിലൊക്കെ പോകുന്ന ദിവസങ്ങളാണ്. അപ്പം അങ്ങനെ ഇന്നലെ എല്ലാവരും നല്ല രീതിക്ക് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു, സദ്യ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, പൂക്കളമിട്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസം വലിയ അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമായിരുന്നെങ്കിൽ പോലും ഒരു ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് നമുക്ക് കടന്നു പോയത്. ഈ തിരുവോണ നാളിൽ മലയാളികൾ ആഘോഷിക്കുന്നതിനിടയിലാണ് നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ നേപ്പാളിനെ വലിയൊരു ദുരന്തം നടുക്കിയത്. ആ ദുരന്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കണ്ടത്. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ മഞ്ഞു തടാകം പൊട്ടി ഇതുവരെ മരിച്ചത് 170-ലേറെ പേരെന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തകരൊക്കെ എത്തുന്നതേ ഉള്ളൂ. പലയിടങ്ങളിലും കുത്തി ഒലിച്ചെത്തിയ വെള്ളം ഗ്രാമങ്ങളും പാലങ്ങളും ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ സമയം നേപ്പാളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ടൂറിസത്തിന്റെ ഭാഗമായൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്, നമ്മുടെ അയൽ രാജ്യം കൂടിയാണ് നേപ്പാൾ എന്നുള്ളത്. എന്നാൽ ഇതിൽ ഇപ്പം നിലവിൽ അവിടെ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗം ആളുകളും വിദേശികളായിരുന്നു. എന്തായാലും ഇന്ത്യയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന്. അതുകൊണ്ട് തന്നെ നേപ്പാളിന്റെ ഏത് ദുഃഖവും നമ്മുടെയും ദുഃഖമാണ്, നോവാണ്. ഇന്ത്യ എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, സഹായ കരങ്ങൾ നീട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒപ്പമുണ്ട്. തീർച്ചയായും വലിയൊരു ദുരന്തമാണ് ഇന്നലെ സംഭവിച്ചത്. ലോകം ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു രാവിലെയിൽ നമുക്ക് നേപ്പാളിനായി പ്രാർത്ഥിക്കാം, ഒപ്പം നിൽക്കാം. ഇന്ന് അവിട്ട ദിനമാണ്, ഓണം കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ പോലെ ആഘോഷങ്ങളൊക്കെ തുടരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ നേപ്പാൾ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകളും വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് ഈ മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 170 കടന്നു. 134 ഇന്ത്യക്കാരെ കാണാനില്ല. ആകെ കാണാതായത് 800-ലേറെ പേരെ. കൊച്ചിയിൽ നിന്ന് പോയ 36 അംഗ സംഘം സുരക്ഷിതർ. മരുന്നുകളും രക്ഷാ സാമഗ്രികളുമായി ഇന്ത്യൻ സംഘം നേപ്പാളിൽ. ദുരന്ത കാരണം ഭൂകമ്പമല്ല, മഞ്ഞുതടാകം പൊട്ടിയൊലിച്ചത് തന്നെയാണെന്ന് സ്ഥിരീകരണം. രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി ഇന്ത്യ. ഇന്ത്യക്കാരെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ നിതാന്ത ജാഗ്രത പുലർത്തി കാഠ്മണ്ഡുവിലെ എംബസി. ആശ്വാസ സാമഗ്രികൾ അയച്ച് ലോകരാജ്യങ്ങൾ. അമേരിക്ക $5 ലക്ഷം സഹായം പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ ഉപദേഷ്ടാവിനെ അയക്കും. മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുന്നതായി സംസ്ഥാന സർക്കാർ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യന് അന്ത്യാഞ്ജലി. അന്ത്യം ഇന്നലെ വൈകിട്ട്. സംസ്കാരം ശനിയാഴ്ച കോട്ടയം പാമ്പാടിയിൽ. അനുശോചിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് പ്രമുഖരും. വിടവാങ്ങിയത് ക്യാൻസർ മരുന്ന് വില കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച IAS ഓഫീസർ. പ്രതിപക്ഷ ഉപനേതാവിനായി ഓണത്തല്ല്. CPIക്ക് എതിരെ ഫേസ്ബുക്കിൽ തുറന്നടിച്ച് CPM നേതാവ് CN മോഹനൻ. CPI ആവശ്യം കീഴ്വഴക്കം ലംഘിച്ചെന്ന വിമർശനം. സ്വന്തമായി 500 വോട്ടുള്ള മണ്ഡലം CPIക്കുണ്ടോ എന്നും ചോദ്യം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് ഈ മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമുക്കിനി വാർത്തകൾ വിശദമായി നോക്കാം. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിൽ വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. ഇപ്പോൾ ആ പ്രളയത്തിൽ മരണം 160ഓളമായി നിൽക്കുന്നു. 134 ഇന്ത്യക്കാരടക്കം 750-ലധികം പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36 അംഗ വിനോദസഞ്ചാര സംഘം സുരക്ഷിതരാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് പുറത്തു വരുന്നത്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാ സാമഗ്രികൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്.
Woi nah, कोई मी है? वो उस गाड़ी से आपसे म्यूजिक है उस गाड़ी यार जो उस गाड़ी थाले मोड़ार जी उस गाड़ी वे बेटो यार था उतर गाड़ी से रनिंग से मुख्य तंत्र ये ढेर एवढा गाड़ी बोलने लागेगा अवस्था हाँ ഇപ്പോൾ എല്ലാവരും സേഫാണ്, പ്രോബ്ലം ഒന്നുമില്ല. നേരത്തെ ഞങ്ങളുടെ മറ്റേ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും പാനിക്കായി എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. എങ്ങോട്ട് പോകാൻ പറ്റും, റിട്ടേൺ പോകാനും സൗകര്യമില്ല എന്ന് പറഞ്ഞു, മുന്നോട്ട് പോകാനും പറ്റാത്ത അവസ്ഥ, ഡൈവേർഷൻ റോഡുകളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറേ സമയം 2:30 വരെ ഞങ്ങൾ കുടുങ്ങിപ്പോയി. ഇപ്പോഴെല്ലാവരും ഒന്ന് റിലാക്സായി. അവർ റൂട്ട് ഡൈവേർഷൻ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 60 കിലോമീറ്ററുടെ വനത്തിലൂടെ മലയാളം കയറി പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ ടൗൺ കിട്ടി. അവിടെ നിന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഫ്രഷായി. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്, നോ പ്രോബ്ലം. Woi shit oh shit man Woi tahu weh pengen batin ya asal गाड़ी उल्टा asal asal है Woi tahu tu asal mana we siapa गाड़ी ada siapa yang turun dah oh shit ulung dalong kau siapa utar gaड़ी siapa asal ba Woi tim siapa lo pengen nama we വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും വി വിനോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. വലിയൊരു ദുരന്തമാണ് തിരുവോണനാളിൽ നേപ്പാളിൽ സംഭവിച്ചത്. നമ്മളിപ്പോൾ ഈ വിഷ്വൽസിലൊക്കെ കണ്ടതുപോലെ നമുക്ക് ശരിക്കും പേടി തോന്നുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, മലയാളികൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. 36 അംഗ സംഘം അവിടെ എത്തിയതായി, എന്നാൽ സുരക്ഷിതരാണെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പല രാജ്യങ്ങളും സഹായം നീട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുമായി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിനോദ്? രക്ഷാപ്രവർത്തനമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? സിറ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നിമിഷ നേരം കൊണ്ടാണ് കെട്ടിടങ്ങൾ, വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്നത്. ഏതാണ്ട് 4 നില കെട്ടിടമൊക്കെ സെക്കൻഡുകൾ കൊണ്ട് തകർന്നു പോകുന്ന സാഹചര്യം. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ, മറ്റ് ഗ്രാമങ്ങൾ ഒക്കെ തന്നെ തുടച്ചു നീക്കപ്പെട്ടു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ, വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആഘാതം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. പലയിടങ്ങളിലായി ജനവാസ കേന്ദ്രം ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഏറ്റവും ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ചൈന ടിബറ്റ് അതിർത്തിയായ ഗൈറോങ് മുതൽ നേപ്പാളിലെ റസുവ, ധാഡിങ്, നുവാക്കോട്ട് തുടങ്ങി വിവിധ മേഖലകളിൽ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ ഒക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് തുടച്ചു മാറ്റപ്പെട്ടു എന്ന വിവരം. 170 മരണമാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 800 പേരെ കാണാനില്ല എന്ന ഔദ്യോഗിക വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ 800 എന്ന സംഖ്യയിൽ ഒരുപക്ഷെ ഇത് നിൽക്കുമോ എന്നതിൽ ചില സംശയങ്ങളുണ്ട്. കാരണം ഏതെല്ലാം മേഖലകൾ, കാരണം നാടുകൾ ഉൾപ്പെടെ ഈ ഒലിച്ചുപോയി എന്നതാണ്. അതിർത്തി മേഖലയാണ് നേപ്പാൾ യുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി മേഖലയാണ്. സാപ്പു ബസി, തിമൂരെ നഗരങ്ങൾ, ഇവിടെയുള്ള മാർക്കറ്റുകൾ ഒലിച്ചുപോയി. അതായത് പകൽ സമയമാണ്, അവിടെ പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് ഇങ്ങനൊരു അപകടമുണ്ടാകുന്നത്. രാവിലെ തന്നെ ആളുകൾ സജീവമാകുന്ന ഒരു സമയമാണ്, വാഹനങ്ങൾ സഞ്ചരിച്ച സമയമാണ്, മാർക്കറ്റുകൾ ഉണർന്നു വന്ന ഒരു സമയമാണ്. അവിടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. 12 ജലവൈദ്യുത പദ്ധതികൾ ഇതോടൊപ്പം തന്നെ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 19 പാലങ്ങൾ. നമുക്ക് അറിയാം, ഈ ദൃശ്യങ്ങൾ, പല ദൃശ്യങ്ങളിലും ഈ പാലങ്ങൾ തകർന്നു പോകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. വാഹനങ്ങളോടൊപ്പം തന്നെ അത്തരം പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ തകർന്നു വീഴുന്ന കാഴ്ചകൾ. 40 കിലോമീറ്റർ റോഡിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ട്. കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. കോസി നദിയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. അതായത് ഹിമപാതം തന്നെയാണ്. ഹിമപാതം ഒരു താൽക്കാലികമായ തടയണ സൃഷ്ടിച്ചു. ഈ തടയണ പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. അതായത് അത് പ്രത്യേക ഒരു പ്രതിഭാസമായി രൂപപ്പെട്ടതാണ്. അങ്ങനെ ഒരു വെള്ളക്കെട്ട് പോലെ രൂപപ്പെടുകയും അത് വളരെ പെട്ടെന്ന് പൊട്ടി ഒലിക്കുകയുമായിരുന്നു. ഇതിൻ്റെ ഒരു ആഘാതം തന്നെയാണ്, വേഗം തന്നെയാണ് ഇങ്ങനെ വലിയ അപകടം സൃഷ്ടിച്ചത്. നമുക്ക് അറിയാം, നമ്മളെ സംബന്ധിച്ച് ഈ മുണ്ടക്കൈ ചൂരൽമര ദുരന്തമൊക്കെ ഉണ്ടായത് നമ്മൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടവരാണ്. ഈ ഓണക്കാലത്ത് സേറ പറഞ്ഞതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കോസി നദിയിലാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ബീഹാറിലെ ചമ്പാരൻ, മുസാഫർപൂർ
അവിടെ 9 NDRF ടീം ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ട്, ടീമംഗങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. UP-യിലെ മഹാരാജാഗഞ്ച്, കുശിനഗർ ഇവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പോയ 36 അംഗ സംഘമുണ്ട്. ഇവർ സുരക്ഷിതരാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ കാണാതായ 800 പേരിലെ 140 പേരെക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്ത്യ ഈ 10 ടൺ സാധന സാമഗ്രികൾ ഇപ്പോൾ ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇത് മരുന്നുൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അമേരിക്ക $5 ലക്ഷം ഒരു സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളും സഹായവുമായി രംഗത്ത് വരുന്നുണ്ട്. സെറ. അതെ, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കണ്ടാൽ പേടിയാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. സെക്കൻഡുകൾക്കുള്ളിലാണ് വലിയ കടകളും പാലങ്ങളും ഒക്കെ ഒലിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ മലയാളികൾ കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് പോയൊരു സംഘമാണ് കുടുങ്ങിയത്. പക്ഷെ എന്നാലും അവർ സുരക്ഷിതരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകം ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ. പല രാജ്യങ്ങളും ഇതിനോടകം സഹായം നൽകുന്നതായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു തോത് ഇപ്പോഴും നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര പേർ മരണപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേരെ കാണാതായി എന്നതിൻ്റെ പരിപൂർണമായൊരു ചിത്രം ഇതുവരെ വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല. കാരണം ഈ ഉൾനാടുകളുണ്ട്, ഉൾനാടൻ പ്രദേശങ്ങളുണ്ട്, അവിടുത്തെ ഗ്രാമങ്ങൾ ഉൾപ്പെടെയാണ് ഒലിച്ചു പോയത്. ഈ ഗ്രാമങ്ങളിൽ എത്ര പേരുണ്ടായിരുന്നു, അവരിൽ എത്ര പേർ ഈ അപകടത്തിൽപ്പെട്ടു. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ സജീവമായി വരുന്നൊരു സമയമാണ്. ടൗണുകളെല്ലാം തന്നെ ഈ സജീവമായി വരുന്നൊരു സമയമാണ്. ഈ സമയത്താണ് ഇങ്ങനെ ഒരു വലിയ പ്രളയമുണ്ടാകുന്നത്. ഒരു മിന്നൽ ഹിമപാതം ഉണ്ടാവുകയും അത് വലിയ കുത്തൊഴുക്കായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം. അവിടെയാണ് ഈ മാർക്കറ്റുകളും മറ്റ് ഹോട്ടലുകളും ഒക്കെ തന്നെ ഈ ആളുകൾ സജീവമായ സമയം, വാഹനങ്ങൾ സഞ്ചരിച്ച സമയം. ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രദേശങ്ങൾ, ഈ സാപ്പു ബസി, തുമൂരെ ഗ്രാമങ്ങൾ, അത് ഈ ടിബറ്റ് ചൈന അതിർത്തി മേഖലയിൽ പിന്നിട്ട് വരുമ്പോഴാണ് തിമൂറെ ഗ്രാമങ്ങൾ. ഇവിടങ്ങളിലാണ് ഈ മാർക്കറ്റുകൾ ഉൾപ്പെടെ ഒലിച്ചു പോയത്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചില ഭാഗങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ചില ആളുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയതോ ആയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പുറത്തു വരാത്ത ദൃശ്യങ്ങളുണ്ട്. പല ഉൾനാട്ടിലും ഇങ്ങനെ ഗ്രാമങ്ങൾ ഒലിച്ചു പോകുന്നതടക്കമുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യമാണ്. അവിടെ എത്ര പേർ ഒലിച്ചുപോയി എന്നതിൻ്റെ യഥാർത്ഥ ചിത്രം പോലും പുറത്തു വന്നിട്ടില്ല. 12 ജലവൈദ്യുത പദ്ധതികൾ, 19 പാലങ്ങൾ, ഏതാണ്ട് 40 കിലോമീറ്റർ വരെ റോഡ് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ വെള്ളം കയറിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, 40 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആഘാതം ഉണ്ടാകുക എന്നത്, ആ വഴികളിലൂടെയൊക്കെ തന്നെ ഈ കുത്തൊഴുക്ക് ഉണ്ടായി എന്നത് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബീഹാറിലും UP-യിലും നദികൾ കരകവിയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഒഴുക്ക് ഈ അപകടത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ അപകടത്തിൽ ഉണ്ടായി എന്നതിൻ്റെ ചിത്രം. 800 പേരെയാണ് ഇതുവരെ കാണാതായുള്ള ഔദ്യോഗികമായ വിവരം. 170 മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ കോസി നദി, അവിടെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാഴ്ചയല്ല. കാരണം നമുക്കറിയാം, ജനങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ബഹുനില മന്ദിരങ്ങൾ ഉൾപ്പെടെ ഒരു നിമിഷം കൊണ്ട് ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ചകൾ. പലരും ബന്ധുക്കളൊക്കെ തന്നെ ഒഴുകിപ്പോകുന്നത് കണ്ടു നിന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യമില്ല എന്നതുകൂടി ആശങ്കപ്പെടുത്തുന്നുണ്ട്. വനത്തിനുള്ളിലൂടെയൊക്കെ തന്നെ ഇവർ സഞ്ചരിച്ച് മറ്റ് ജനവാസ കേന്ദ്രങ്ങളിൽ എത്തേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഈ വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്ന നിലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലർക്കും പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെ ഇവിടങ്ങളിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട അപകടം, അവിടെ ചൈനയുടെ ഇടപെടൽ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. നേപ്പാളിൻ്റെ രക്ഷാപ്രവർത്തനമുണ്ട്. ഇന്ത്യ
സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ബീഹാറിലെ ചമ്പാരൻ, മുസാഫർപൂർ തുടങ്ങിയ മേഖലകളിൽ ഇതിനകം തന്നെ NDRFൻ്റെ 9 ടീമുകളെ NDRFൻ്റെ 9 ടീമുകളെ സർവ്വസജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ ഈ സാഹചര്യത്തെ കാണുന്നത്. UPയിൽ മഹാരാജാഗഞ്ച്, കുശിനഗർ ഈ പ്രദേശങ്ങളിൽ വലിയ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ഒഴുക്കിൻ്റെ ഒരു തുടർച്ച എന്നോണം ഇനിയും ദുരന്തമുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവിടങ്ങളിലൊക്കെ തന്നെ ജാഗ്രതയുടെ ഭാഗമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. നമുക്ക് ഈ ഓണക്കാലത്ത് മലയാളികളെ സംബന്ധിച്ച് വലിയ ആഘോഷവുമായി പോകുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച, ലോകത്തെ ഞെട്ടിച്ച തരത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെയൊക്കെ തന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മലയാളികൾ 36 അംഗ മലയാളികളുടെ സംഘം അവിടേക്ക് പോയിരുന്നു. അവർ സുരക്ഷിതരാണെന്ന ഒരു ആശ്വാസത്തിൻ്റെ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. സേറ. ശരി വിനോദ്, നമുക്ക് തുടരാം. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ പങ്കുവെച്ച ഭീതിജനകമായ ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. न्यूज 18 കേരളം ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। भोटेकोशी नदी रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन अनुरोध छ। भोटेकोशी नदी रसुवामा तिब्बत तर्फबाट ठूलो बाढी प्रवेश गरेकोले अर्को सूचना नआउँदासम्म त्रिशुली नदीको तटीय क्षेत्रका जिल्लाहरू नुवाकोट, धादिङ, चितवन, गोर्खा लगायतका स्थानहरूमा उच्च सतर्कता सहित सुरक्षित स्थानमा रहन കണ്ടുനിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനോദ് നമ്മളുമായി തുടരുന്നുണ്ട്. വിനോദ്, ഈ കൊച്ചിയിൽ നിന്ന് പോയ 36 സംഘം സുരക്ഷിതരാണെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവരെ തിരികെ എത്തിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായും അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സുരക്ഷിതരാണെന്ന വിവരം കൈമാറിയിട്ടുണ്ട്. അവരെ തിരിച്ച് കേരളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അത് ഇന്ത്യ തുറന്നിട്ടുണ്ട്. ലണ്ടൻ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നേപ്പാൾ സർക്കാരും ഈ തരത്തിൽ ഇപ്പോൾ ഹെൽപ്പ് ലൈൻ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം കൂടി നോക്കാം. ഉയർന്ന മലനിരകളിലെ ഹിമാനികൾ ഉരുകുമ്പോൾ ഈ ഒലിച്ചു വരുന്ന മണ്ണും പാറക്കല്ലും അടിഞ്ഞുകൂടി സ്വാഭാവികമായ ഈ തടയണ രൂപപ്പെടും. ഈ തടയണകളിൽ ജലം കെട്ടിക്കിടന്ന് കാലക്രമേണ അത് വലിയൊരു തടാകമായി മാറും. ഈ കോൺക്രീറ്റ് ഡാമുകളെ പോലെ, നമ്മൾ മനുഷ്യനിർമ്മിതമായ ഡാമുകളെ പോലെ ഉറപ്പുള്ളതല്ല. കാരണം ഈ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്ന തടയണകളാണ്. ഇങ്ങനെ ഈ ഒരു പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന തിട്ടകളാണ്. ഈ ആഗോളതാപനവും മറ്റും മൂലം മഞ്ഞുരുകൽ ശക്തമാകുമ്പോൾ തടാകങ്ങളിലെ ജലനിരപ്പ് ഈ അപകടകരമായ നിലയിൽ ഉയരുകയും ഭൂചലനമോ വലിയ ഹിമപാതമോ ഉണ്ടാകുമ്പോൾ ഈ തടയണകൾ പൊട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു തടയണ പൊട്ടിയാണ് ഈ തരത്തിൽ വലിയ അളവിൽ വെള്ളവും ചെളിയും മറ്റും പാറക്കല്ലുകളും ഒക്കെ തന്നെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ടായത് നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കണ്ടവരാണ്. അത് കീറി മുറിച്ച മനസ്സാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു ദുരന്തം, അതിൻ്റെ ഒരു മറ്റൊരു ചിത്രമായി തന്നെയാണ് ഈ ദുരന്തം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വലിയ ജാഗ്രത ഇപ്പോൾ തുടരുന്നുണ്ട്. ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിൽ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ശക്തമാക്കിയിട്ടുണ്ട്. പ്രളയജലം താഴേക്ക് ഒഴുകിയെത്തുന്നത് അതിർത്തി പങ്കിടുന്ന 2 പ്രധാന സംസ്ഥാനങ്ങളായ ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മേഖലകളിൽ ഗണ്ഡക് നദീ തീരത്ത് വരുന്ന ആ പ്രദേശത്ത് വരുന്ന ഗ്രാമങ്ങൾ വലിയ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ലല്ലോ ഈ ഉരുൾപൊട്ടലും ഇങ്ങനെയുള്ള മഴവെള്ളപ്പാച്ചിലുമൊക്കെ തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന അപകടമല്ല. ഇത് പകൽ സമയത്താണ്, പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആളുകളെല്ലാം തന്നെ അവരുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. മാർക്കറ്റുകൾ ഉൾപ്പെടെ, അതായത് വലിയ ആൾക്കൂട്ടമുള്ള പ്രദേശമാണ് പല മാർക്കറ്റുകൾ. ഇങ്ങനെ മാർക്കറ്റുകളും
പ്രധാനപ്പെട്ട ആളുകൾ തടിച്ചുകൂടുന്ന പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉണ്ട്, ടൗൺഷിപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ, പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ, ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഏറ്റവും ഭീതിതമായ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ച തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെറ, വിനോദ്, ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒരു മിന്നൽ പ്രളയമാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമാണോ ഇത്? സെറ, ഇതിലൊക്കെ തന്നെ പരിമിതിയുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകും. നമുക്കിപ്പോൾ മഴ മുന്നറിയിപ്പ് നമുക്ക് പ്രവചിക്കാൻ കഴിയും, അല്ലെങ്കിൽ സുനാമി പോലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇപ്പോഴത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത്തരം കീഴ്ക്കാൻ തൂക്കായ മേഖലകളിൽ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലുകൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഇതൊക്കെ തന്നെ നമുക്ക് അങ്ങനെ പ്രവചിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ഈ പശ്ചിമഘട്ട മലനിരകളുണ്ട്, പലയിടങ്ങളിലും സെൻസിറ്റീവായിട്ടുള്ള മേഖലകൾ, അവിടെയൊക്കെ തന്നെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ ഉയരങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും അവിടേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അവിടെ ഒരു അപകടം പ്രവചിക്കുക എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലോ ഇങ്ങനെ ഈ താൽക്കാലികമായി രൂപം കൊള്ളുന്ന തടയണങ്ങൾ, ഒരുപക്ഷെ അതൊക്കെ വനത്തിനുള്ളിൽ ആയിരിക്കും അങ്ങനെയൊക്കെ രൂപപ്പെടുന്നത്. ഇതൊന്നും തന്നെ നമ്മൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ ഒന്നും തന്നെ സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുമ്പോൾ ആൾനാശം സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപകടങ്ങളായതുകൊണ്ട് തന്നെ ഈ മഴവെള്ളപ്പാച്ചിലുണ്ടായ സമയത്ത് ചൈനയുമായി നേപ്പാളിൻ്റെ വ്യാപാര പാതയായ റസുവ ഗഡി അതിർത്തി കേന്ദ്രം, ടിമൂറെ, സാസർബസി, ബത്രാവതി തുടങ്ങിയ പ്രദേശങ്ങൾ ഒരു നിമിഷം, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ്. 111 മെഗാവാട്ടിൻ്റെ റസുവഗഡി പദ്ധതി, ചിലിമെ, തൃശ്ശൂലി 3A ഉൾപ്പെടെ ഏതാണ്ട് 9-ലധികം ജലവൈദ്യുത പദ്ധതികൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ തകർന്നു. ഇവിടെയുള്ള വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ച തരത്തിലാണ്. മാത്രമല്ല ഈ വെള്ളപ്പാച്ചിലിൻ്റെ ഭാഗമായി തന്നെ വൈദ്യുതി വിതരണ ശൃംഖലയും വാർത്താവിനിമയ ശൃംഖലയും ഒക്കെ തന്നെ പൂർണ്ണമായി തകർന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുക അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ഈ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് മുമ്പുണ്ടായ പ്രകമ്പനം അത് ഭൂചലനമല്ലെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ ആണ് ഇത്തരമൊരു കാര്യം. വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ് വലിയ രീതിക്കുള്ള ഒരു നാശനഷ്ടങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. 19 പാലങ്ങൾ തകർന്നിരിക്കുന്നു, 40 കിലോമീറ്ററോളം റോഡ് തകർന്നിരിക്കുന്നു. നമുക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത രീതിക്കുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചത്. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഈ ചൂരൽമലയിലെ ദുരന്തം ഒക്കെ നമ്മൾ ഭയപ്പെട്ടു പോയ നിമിഷങ്ങളായിരുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ അതിനേക്കാളും ഭീതി ജനിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, അതായത് പ്രദേശത്തുള്ള വിവരങ്ങളും ഒക്കെയായി രഞ്ജിത്ത് രാമേന്ദ്രനാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. നമുക്ക് വിഷ്വൽസ് ഒന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, അത്രയ്ക്കധികം ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇപ്പോൾ എന്താണ് പ്രദേശത്തെ സാധ്യത? ഇനി ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാവാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉടലെടുക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തി നിൽക്കുന്നു? ഇന്നലെ രാത്രിയൊക്കെ അവിടെ തെരച്ചിൽ എന്തൊക്കെയൊക്കെ നടന്നിരുന്നോ? സെറ, ഇത് നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ചേർത്ത് വെക്കണം. വളരെ മനോഹരമായ ലോകമെമ്പാടുമുള്ള നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വലിയൊരു പ്രദേശമാണ്. ഈ സമയമെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ ഒരു പ്രവാഹമാണ് ഈ നേപ്പാളിൻ്റെ ഈ സ്ഥലങ്ങളിലേക്ക് എന്നുള്ളത് മനസ്സിലാക്കണം. ടിബറ്റ്, ചൈന, നേപ്പാളൊക്കെ ചേരുന്ന അതിമനോഹരമായ ഒരു ഗൂഗിൾ മാപ്പാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്കായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തം ഉണ്ടായ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണിത്. ഇവിടെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും വന്നു പോകുന്നത്, അതായത് കൈലാസ് മാനസരോവർ യാത്രയുടെ ഒരു ഇടത്താവളമായി പ്രധാനമായും തീർത്ഥാടകർ കാണുന്ന
ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഈ സമീപ പ്രദേശം നമ്മളെ ദുരിതത്തിന് സംഭവിച്ച ഈ വെള്ളം കുത്തിയൊലിച്ചു വരുന്ന ആ ദൃശ്യങ്ങളും അവിടെ ഒരു പ്രദേശം തകരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആളുകളൊക്കെ ഓടുന്നത് കാണുന്നുണ്ട്. അത് ടിബറ്റിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാന പ്രവേശന കവാടം കൂടിയാണ്. അവിടെ നിരവധി യാത്രക്കാർ വിശ്രമിക്കാനും മറ്റുമായും നമുക്കറിയാം. ഈ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 7 മണിക്കൂറോളം ജീപ്പിൽ യാത്ര ചെയ്താണ് ഈ ടിബറ്റ് കടന്ന് ഈ കൈലാസ് മാനസരോവർ യാത്രയ്ക്കൊക്കെ ആളുകൾ പോകുകയും മറ്റും ചെയ്യുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു ഇടത്താവളമായി ഉപയോഗിക്കുന്ന പ്രദേശമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നദി അത് ഈ ഭോട്ടേകോഷി റിവർ എന്ന് പറയുന്നത് രസവഗുഡി പ്രവിശ്യ, ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ രസവഗുഡി പ്രവിശ്യയിൽ നിന്ന് കുതിച്ച് താഴേക്ക് വരുന്ന നദിയാണ്. അത് ഏറെ പ്രാധാന്യമുള്ള ഒരു നദിയാണ്. എപ്പോഴും ജലസമൃദ്ധമായിരിക്കും ഈ നദി എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഇത് നുവാക്കോട്ട്, റസുവ, ഗൂർഖ എന്നീ നേപ്പാൾ ജില്ലകൾ വഴി കടന്നു പോകുന്ന ഒരു നദി കൂടിയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ പ്രദേശമാണ്, ജലസമൃദ്ധമായ നദി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് 7 മണിക്കൂറോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീപ്പിൽ യാത്ര ചെയ്ത് വേണം തീർത്ഥാടകർ ഇവിടേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ ഈ പിൽഗ്രിമേജ് സെൻറ്ററിൽ ഈ എത്തുന്നതിന് മുൻപ് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും മറ്റുമായി വളരെ പ്രധാനപ്പെട്ട അവിടെ ഒരു എമിഗ്രേഷൻ സെൻ്റർ ഉണ്ട്. കെയ്റോഗ് എന്നാണ് ഈ എമിഗ്രേഷൻ സെൻറ്ററിൻ്റെ പേര്. ഈ എമിഗ്രേഷൻ സെൻ്ററാണ്. നമുക്ക് ദൃശ്യങ്ങൾ കൂടി എനിക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ആ വെള്ളം കുതിച്ചെത്തി വന്ന് ഈ പറഞ്ഞ പ്രദേശം ഒട്ടാകെ ഇല്ലാതാകുന്ന ആ ദൃശ്യങ്ങൾ, ആളുകളൊക്കെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാം. അതാണ് ഈ കെയ്റോഗ് എന്ന ഈ എമിഗ്രേഷൻ സെൻറ്റർ. അവിടെയാണ് നിരവധി ടൂറിസ്റ്റുകൾ ആ തരത്തിൽ വിശ്രമിക്കുകയും മറ്റും ചെയ്തിരുന്നത്. അവരാണ് വളരെ പെട്ടെന്ന് ഈ അപകടത്തിൽ പെടുകയും മറ്റും ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സെൻറ്റർ ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധമാണ് ആ സെൻറ്റർ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പ്രേക്ഷകരെ, നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുപാളികൾ ഉരുകി ഇറങ്ങിയതാണ് ഈ അപകടത്തിന് കാരണം എന്ന പ്രധാനപ്പെട്ട നിഗമനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു വിസ്ഫോടനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമൊക്കെയാണ് ഉണ്ടായത്. ഈ നേപ്പാളിലൂടെ ഒഴുകുന്ന നദി തൃശൂൽ എന്ന പേരിലാണ്. നേരത്തെ പറഞ്ഞ ഈ ഭോട്ടേകോഷെ റിവർ പിന്നീട് അവിടെ നിന്ന് തൃശൂൽ എന്ന പേരിലാണ് നേപ്പാളിലൂടെ ഇത് ഒഴുകിപ്പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ബീഹാറിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ത്രിവേണിയായി അത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 3-4 രാജ്യങ്ങളിൽ കൂടി കടന്നു വരുന്ന ഒരു നദി കൂടിയാണ് ഈ ഭോട്ടേകോഷെ റിവർ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നേപ്പാളിൻ്റെ വടക്കൻ ഭാഗത്തെയൊക്കെ ജലസമൃദ്ധമാക്കുന്ന ഒരു നദിയാണ് ഇത്. ഈ നദി കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളാണ് വല്ലാതെ ഈ ദുരിതത്തിൽ പെട്ടത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ടത്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയരുന്നത് ഈ ചൈന ടിബറ്റ്, നമുക്കറിയാം ടിബറ്റ് നിയന്ത്രിക്കുന്ന ചൈനയാണ്. ചൈനയുടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ടിബറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നുണ്ട്. അത് പലതും രഹസ്യ സ്വഭാവമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നദിയുടെ സുഗമമായ ഒഴുക്കിനെ ബാധിക്കത്തക്ക വിധമുള്ള രഹസ്യാത്മക സ്വഭാവമുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഈ ഒഴുക്കിനെ ബാധിച്ചിട്ടുണ്ട് എന്നും പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും അത് പലതരത്തിൽ ജലം പല സ്ഥലങ്ങളിൽ രൂപപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ മഞ്ഞുപാളികളുടെയൊക്കെ ഒരു വരവിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 40 കിലോമീറ്ററോളം റോഡ് ഈ പ്രദേശങ്ങളിൽ ഒട്ടാകെ നശിച്ച ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ ചൈന ഈ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാന നേരത്തെ പറഞ്ഞതുപോലെ ഈ നദിയുടെ തുടർ ഉത്ഭവ സ്ഥാനത്തൊക്കെ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിനോദമൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രവചനം അസാധ്യമാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് മറ്റു ചില പാളികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടാനായി നിൽക്കുന്നു. അത് മറ്റൊരു ദുരന്തത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിരുന്നു. നമ്മളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ അടക്കം തിരച്ചിൽ നടന്നിരുന്നു. നമ്മുടെ മലയാളികളായിട്ടുള്ള 36 പേരെ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സംസ്ഥാന സർക്കാരും നടത്തിയിരിക്കുന്നു. നേപ്പാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നന്ദി അറിയിച്ചു. ഈ ദുഷ്കരമായ സമയത്ത് നേപ്പാളിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനും ഉദാരമായ സഹായം വാഗ്ദാനം ചെയ്തതിനും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ട പൗരന്മാരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഊർജിതമാക്കുന്നതിനിടയിലാണ് ഈ പ്രതികരണം ഉണ്ടായത്.
ഇന്ത്യൻ പൗരന്മാർക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും സുഗമമാക്കുന്നതിന് നേപ്പാൾ സമരക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനും അവർക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിനുമായി ഇന്ത്യൻ എംബസി നേപ്പാളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ് എന്ന് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കോസി നദിയിലെ പ്രളയജലം ഇന്ത്യയിലേക്ക് എത്തി ദുരന്ത സാഹചര്യം വ്യാപിക്കാതിരിക്കാനുള്ള കനത്ത ജാഗ്രത ദുരന്ത രക്ഷാ വിഭാഗം പുലർത്തുന്നുമുണ്ട്. നേപ്പാളിലെ ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഗണ്ഡക്, നാരായണി നദികളിലേക്ക് ജലപ്രവാഹം പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലും ഉത്തർപ്രദേശിലെ അതിർത്തി ജില്ലകളിലുമൊക്കെ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഏകദേശം 3 മീറ്റർ വരെ ഉയരമുള്ള പ്രളയജലത്തിന്റെ ഒരു തരംഗം ഗണ്ഡക് നദിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇതേ തുടർന്നാണ് നദിയുടെ തീരപ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയത്. ബീഹാറിലെ അതിർത്തി ജില്ലകളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ചീഫ് സെക്രട്ടറി പ്രത്യയ അമൃത് അധ്യക്ഷനായ ഉന്നതതല അവലോകന യോഗം ചേർന്നു. നേപ്പാളിലുണ്ടായ ഈ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭിക്കുന്നതിനായി നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചിട്ടുണ്ട്. ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ 180052539939 ഞാൻ ഒരിക്കൽ കൂടി പറയാം, 180052539939 ടോൾ ഫ്രീ നമ്പർ. വിദേശത്തു നിന്നും മിസ് കോളിന് +918020012345. ഒരിക്കൽ കൂടി 882020012345 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രവർത്തനങ്ങളിലൊക്കെ ഏകോപനത്തിന് ഡൽഹി NRK ഡെവലപ്മെന്റ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി പുറത്തെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമായി നേപ്പാൾ സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയബാധിതരായ ഇന്ത്യക്കാർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായി എംബസി പ്രത്യേകം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഞാൻ നമ്പറുകൾ പറയാം: 9775131687. രണ്ടാമത്തെ നമ്പർ 9709107500 എന്നിങ്ങനെ 2 നമ്പറുകളും കൂടി തുറന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പേഴ്സണലായി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എന്തെങ്കിലും അവിടേക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായി ഈ ഒരു നമ്പർ നമ്മളിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സഹായകാര്യങ്ങളുമായി നാടൊന്നാകെ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ബാധിക്കപ്പെട്ടതായി സംശയിക്കുന്ന മലയാളികളെ സംബന്ധിച്ച വിവരങ്ങൾ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രളയ മേഖലയിൽ കുടുങ്ങിയതായി സംശയിക്കുന്ന മലയാളിയുടെ പേര്, യാത്ര ചെയ്ത തീയതി, ബാധിക്കപ്പെട്ടതായ പ്രദേശത്ത് എത്തിച്ചേർന്നതായി സംശയിക്കുന്ന തീയതി, ഏറ്റവും അവസാനം ബന്ധപ്പെടാൻ സാധിച്ച തീയതി എന്നിവ നൽകണം. കുടുങ്ങിയവരുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ, യാത്രാ പദ്ധതി തയ്യാറാക്കി നൽകിയ ഏജൻസിയുടെ പേര് എന്നിവ സഹിതം അറിയിക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ ഔദ്യോഗിക സംവിധാനം വഴി നേപ്പാൾ സർക്കാരിന് കൈമാറുന്നതായിരിക്കുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് അറിയുന്ന ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ദയവായി ഈ രീതിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൈമാറേണ്ടതാണ്.
ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് പുറത്തു വരുന്നതുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർക്ക്, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു നമ്പർ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്കായും നിങ്ങൾക്ക് ഈ നമ്പറുകൾ സ്വീകരിക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് അറിയിക്കേണ്ടത്. അറിയിക്കുമ്പോൾ വിശദാംശങ്ങൾ സഹിതം അറിയിക്കാൻ ശ്രദ്ധിക്കുക. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിനെ സംബന്ധിച്ച സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് അറിയിക്കേണ്ടത്. ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ വായിക്കാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളുക. 9447111844. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9447111844. മറ്റൊരു നമ്പർ കൂടി നൽകാം, 9747132147. ഒരിക്കൽ കൂടി പറയാം, 9747132147. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ദുരന്തത്തിൽ നിന്നും നേപ്പാൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. ഇന്ന് ഒരുപാട് മറ്റ് വാർത്തകൾ കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോവാം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM CPI ഓണത്തിൽ. CPIക്ക് എതിരെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആഞ്ഞടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ഉപനേതൃ പദവി വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. പിണറായി വിജയനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ഇടതുപക്ഷ ഐക്യം വേണമെങ്കിൽ CPM സഹിച്ചുകൊള്ളണമെന്നാണ് CPIയുടെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് 5000 വോട്ട് കിട്ടുന്ന മണ്ഡലം പോലും CPIക്ക് ഉണ്ടോ എന്നും CN മോഹനൻ പരിഹസിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ CPI CPM ഒരു ഓണത്തല്ല് പോലെയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഡാനി? സാറേ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം CPM CPI ഇപ്പോൾ ഒന്നുകൂടി ഒരു മുറുകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇത്ര കാലം ഒരു ശാന്തതയുണ്ടായിരുന്നെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. അതിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നേതൃസ്ഥാനം സംബന്ധിയായ കാര്യങ്ങളിലാണ്. ഇതിനെ ചൊല്ലി വന്നിരിക്കുന്ന ഈ തർക്കങ്ങളിലേക്ക് വളരെ നേരിട്ട് തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സീനിയർ നേതാവുമായ CN മോഹനൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം വളരെ നേരിട്ട് ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് പിണറായി വിജയനൊരു പ്രതിരോധം തീർക്കുക എന്നതിനേക്കാൾ അപ്പുറം CPIയെ ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായി നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അവരെ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് മുന്നണിയെ വളരെ കണ്ട് ദുർബലപ്പെടുത്തുന്നു. ഈ രീതിയിലേക്ക് പോകുമ്പോൾ തന്നെയും ഇവരുടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട PMശ്രീയെ ചൊല്ലിയായിരുന്നു CPI തർക്കം പറഞ്ഞിരുന്നത്. വലിയ രീതിയിലേക്ക് ആ തർക്കം അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അത് മുന്നണിയടക്കം പ്രവർത്തകരടക്കം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വളരെ വിപരീത തലത്തിലേക്കെല്ലാം തന്നെ പോകുന്നു. തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പും ഇതിൻ്റെ ഈ വിവാദങ്ങൾക്കൊപ്പം തുടർച്ചയായിട്ടാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു. ഈ മുന്നണിയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെയാണ് CPI അദ്ദേഹം പരിഹസിക്കുന്നത്. 2 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലം എന്ന് വിചാരിക്കുക. അതായത് ഈ രീതിയിലേക്ക് വലിയ മേധാവിത്വം ഇടതുപക്ഷ പാർട്ടികൾക്ക് ഉണ്ട് എങ്കിൽ പോലും അവിടെ തനിച്ച് മത്സരിച്ചാൽ അവിടെ 5000 വോട്ടെങ്കിലും CPIക്ക് നേടാൻ കഴിയുമോ എന്ന് അദ്ദേഹം പരിഹസിച്ചു ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ ഇടതുമുന്നണി രൂപീകരിക്കാൻ വലിയ ത്യാഗം ചെയ്തു എന്ന രീതിയിലെല്ലാമാണ് CPI പറയുന്നത്. അവർ
മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചാണ് ഇവിടേക്ക് വരികയും മുന്നണി രൂപപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തത് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ആർക്കും അതങ്ങനെയല്ല എന്ന് ആർക്കും വ്യക്തമാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. 79 സംഭവിച്ച രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ CPI കോൺഗ്രസ് പാളയത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് എന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വാദങ്ങൾ നിരർത്ഥകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെയാണ് അദ്ദേഹം CPI കണക്കറ്റ പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. PM ശ്രീയിൽ എന്ത് സംഭവിച്ചു, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ മറ്റൊരു വിവാദം ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും CPI തന്നെയാണ് എന്നത് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇനിയിപ്പോൾ മറുവശത്തും നമുക്ക് പ്രതീക്ഷിക്കാം വാദപ്രതിവാദങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ് CPM-ഉം. കാരണം ഇതൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെതായ ഡാനി പോളാണ് നമുക്കിപ്പോൾ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ CPI-CPM പോര് വീണ്ടും മൂർക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ിൽ നിന്നും നമ്മുടെ ചില പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് റോസ്മി, ഹായ്. ഓണനാളിൽ നല്ലൊരു ഗാനം ഒരുക്കി പ്രേക്ഷകർക്ക് വിളമ്പിയ ന്യൂസ് 18 ചാനലിന് ആശംസകൾ നേരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോവാം. അങ്ങനെ ഇന്ന് 3ാം ഓണമാണ്. മലയാളികളുടെ ആഘോഷം അവിട്ടം നാളിലും തുടരുന്നു. തൃശ്ശൂർ നഗരത്തിൽ ഇന്നും കുമ്മാട്ടിക്കളി നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ന് വിവിധ ഇടങ്ങളിൽ കലാപരിപാടികൾ നടക്കും. ആചാരങ്ങൾ കാത്തും വിധിപ്രകാരവും പതിവ് തെറ്റാതെ ഇത്തവണയും പാലക്കാട് പല്ലശ്ശേനയിൽ ഓണത്തല്ല് നടന്നു. 1 കുടി 7 കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. ഇന്ന് പല്ലശ്ശേനയിൽ അവിട്ടത്തല്ല് നടക്കും. കൊലച്ചോറുണ്ട് കച്ചകെട്ടി 1 കുടി 7 കുടി ദേശത്തെ ആഞ്ഞടിക്കും. ഇതാണ് നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന ആചാരത്തിന്റെ രീതി. സാമൂതിരി രാജാവിന്റെ 2 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അതായത് കുതിരവട്ടത്ത് നായരും അതേപോലെ തന്നെ കുറൂർ നമ്പടിയും. അപ്പോൾ അന്നൊരു യുദ്ധകാലത്ത് നമ്മുടെ ഇവിടുത്തെ പലശനക്കാരുടെ ഭരണാധികാരിയായിരുന്നു കുറൂർ നമ്പടി. അദ്ദേഹത്തെ മറ്റേ കുതിരവട്ടത്ത് നായർ ചതിച്ച് കൊല്ലുകയുണ്ടായി. അതിൽ അവിടെ നിങ്ങളുടെ നാട്ടുകാരെല്ലാവരും കൂടി ഒരു യുദ്ധത്തിനായി അന്ന് പുറപ്പെട്ടു. അതിന്റെ സ്മരണ പുതുക്കിയാണ് ഇപ്പോൾ എല്ലാ വർഷവും തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു ഓണത്തല്ല് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ പല ഭാഗത്തും ഓണത്തല്ലുണ്ടെങ്കിലും ഇതുപോലൊരു ചരിത്രമുള്ള ഒരു ഓണത്തല്ല് ഇവിടെ മാത്രമേ ഉള്ളൂ, പലശനിയിൽ മാത്രമേ ഉള്ളൂ. പല്ലശ്ശന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും. 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഏറെക്കാലം പകയുണ്ടായിരുന്നതായും സാമൂതിരി ഇടപെട്ടാണ് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത് എന്നും രാജാവിന് നഷ്ടപ്പെട്ട പല്ലശ്ശനക്കാർക്ക് വേട്ടയ്ക്കൊരു മകന്റെ വിഗ്രഹം നൽകിയതായും കരുതപ്പെടുന്നു. വൈകിട്ട് സാമൂതിരി നൽകിയ വിഗ്രഹം പ്രതിഷ്ഠിച്ച വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് നായർ സമുദായത്തിലെ പുരുഷന്മാർ തല്ലിന് ഇറങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. എന്തായാലും വലിയ വെറൈറ്റി ഉള്ള വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ ഈ രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഓണത്തല്ലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രായമൊക്കെ വെറും നമ്പറാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിക്കുള്ള ഒരു ഓണത്തല്ലാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരി, കോതമംഗലത്ത് വനത്തിന്റെ കാവൽക്കാർ ആഘോഷങ്ങളിൽ മേളക്കാരുമാണെന്ന് തെളിയിച്ചു. വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ ഓണാഘോഷത്തെ ശ്രദ്ധേയമാക്കിയത് DFO ഉൾപ്പെടെയുള്ളവരുടെ ശിങ്കാരിമേളമാണ്. RRT സേനയിലെ അംഗങ്ങളുടെ ശിങ്കാരിമേളം കൊട്ടിക്കയറിയപ്പോൾ കണ്ടുനിന്ന DFO KR സുരജ് ബെന്നും കളത്തിലിറങ്ങി.
സുരേഷ് ബെൻ മൃദംഗവും തബലയും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ചെണ്ടയിൽ ആദ്യമായാണ് താളമിടുന്നത്. കോതമംഗലം RRT ഡ്രൈവർ PT റെജിൻ, വാച്ചർ KR വിപിൻ, DFO ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റ് അരുൺ C സാമുവൽ എന്നിവരാണ് ശിങ്കാരിമേളം അവതരിപ്പിച്ചത്. എന്തായാലും ഒരുപാട് മലയാളികൾക്ക് അവരുടെ കഴിവുകളൊക്കെ പുറത്തിറക്കാൻ സാധിച്ച ഒരു ഓണക്കാലമായിരുന്നു ഇത്. ഇന്നലെ ഒരു പെൺമാവേലി ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ശിങ്കാരിമേളം നടത്തുന്ന ഓഫീസർമാരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഓണം ഇങ്ങനെ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവുമായി കാസർഗോഡ് ആയമ്പാറ കാനത്തുങ്കാലിലെ ബാലകൃഷ്ണൻ. 5 ഏക്കറോളം സ്ഥലത്താണ് ബാലകൃഷ്ണൻ പച്ചപ്പിന്റെ പുതുവസന്തം തീർക്കുന്നത്. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ബാലകൃഷ്ണന്റെ കൃഷിയിടം കുട്ടി കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പാഠശാല കൂടിയാണ്. കടുത്ത വേനലിൽ പോലും പച്ചപ്പിന്റെ മനോഹാരിത നിറഞ്ഞതാണ് പെരിയ ആയമ്പാറ കാനത്തുങ്കാലിലെ ബാലകൃഷ്ണന്റെ കൃഷിയിടം. സ്വന്തമായുള്ള 1.5 ഏക്കർ സ്ഥലത്തിന് പുറമെ പാട്ടത്തിനെടുത്ത ഭൂമിയിലും ബാലകൃഷ്ണൻ കൃഷി ഇറക്കിയിട്ടുണ്ട്. പാവൽ, കോവക്ക, നരമ്പൻ, വെണ്ട, കക്കരി, പടവലം, ചീര, പയർ, മത്തൻ തുടങ്ങിയ പച്ചക്കറികളും നേന്ത്രവാഴയും നാണ്യവിളയായി കുരുമുളകും തെങ്ങും കവുങ്ങും എന്ന് വേണ്ട എല്ലാത്തരം കൃഷിയും ഇദ്ദേഹത്തിന് ചിരപരിചിതമാണ്. കഴിഞ്ഞ 45 വർഷത്തോളമായി ഇദ്ദേഹം പാരമ്പര്യമായി കൃഷി ചെയ്തു വരുന്നു. ഒരു 45 വർഷത്തിലധികമായി പച്ചക്കറി കൃഷിയിൽ തുടങ്ങിയത്. എൻ്റെ കുടുംബ പാരമ്പര്യമാണ്. എൻ്റെ അച്ഛനും വലിയൊരു കൃഷിക്കാരനാണ്, ഇപ്പോൾ അറിയപ്പെടുന്നൊരു കൃഷിക്കാരനാണ്. ഈ 45 വർഷത്തിൽ ഏകദേശം ഞാൻ എല്ലാം അന്നേരം മുതൽ നേന്ത്രവാഴ, പച്ചക്കറി ഇനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ആ സ്ഥലത്ത് കംപ്ലീറ്റ് തെങ്ങും കവുങ്ങും കുരുമുളകും ഇതെല്ലാം ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ എനിക്ക് ഈ പച്ചക്കറി കൃഷി ചെയ്തതിന് ശേഷം 2 ജില്ലാ അവാർഡും ഒരു ഹരിതകീർത്തി അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ മുമ്പെല്ലാം എന്ന് പറഞ്ഞാൽ 4 ഏക്കർ 5 ഏക്കർ സ്ഥലത്തെല്ലാം കൃഷി ചെയ്യും. ഇപ്പോൾ പിന്നെ കുറച്ച് വയസ്സായില്ല, 68 വയസ്സായി. ഈ 68-ാം വയസ്സിലും ഞാനും എൻ്റെ ഭാര്യയും നന്നായിട്ട് ഞങ്ങൾ 2 പേരും കൂടി, പിന്നെ പോരെങ്കിൽ പണിക്കാരുണ്ട്, 2 സ്ഥിരം പണിക്കാരായിട്ടുണ്ട്, അവരും കൂട്ടിയിട്ട് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പെരിയ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷി തന്നെയായിരുന്നു ബാലകൃഷ്ണന്റെ പ്രധാന ജീവിതചര്യയും ജീവിതോപാധിയും. സഹായത്തിനായി ഭാര്യ M നിർമ്മലയും കൂട്ടിനുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. സംസ്ഥാന ഹരിതകീർത്തി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ബാലകൃഷ്ണനെ തേടിയെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും കുട്ടിക്കർഷകർക്കും ആവശ്യമായ കാർഷിക പാഠങ്ങളും ബാലകൃഷ്ണൻ നൽകി വരുന്നുണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ കൃഷിയിൽ വിജയം സുനിശ്ചിതമാണെന്ന് ബാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ഈ ഓണക്കാലത്തൊക്കെ പച്ചക്കറികൾക്കൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. എന്തായാലും 68-ാം വയസ്സിലും നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടൻ തകൃതിയായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ അവിടെ ഇല്ലാത്ത പാവയ്ക്കയും കോവയ്ക്കയും വെണ്ടയ്ക്കയും പയറും മുളകും അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ആ ഒരു 1.5 ഏക്കർ സ്ഥലത്ത്. ശരി, നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോവാം. ഗീതു മോഹൻദാസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച സംവിധായകൻ രൂപേഷ് പീതാംബരൻ, മമ്മൂട്ടി ചിത്രം കസബ ഇപ്പോൾ നിങ്ങൾക്ക് ടോക്സിക് ആയി തോന്നുന്നുണ്ട് എന്നാണ് ചോദ്യം പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രമായ കസബയിലെ വിവാദമായ രംഗം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രൂപേഷിന്റെ ചോദ്യം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS ഹരികൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ഹരി,
സാറേ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ യശ് നായകനായിക്കൊണ്ട് ടോക്സിക് എന്ന ചിത്രം റിലീസ് എത്തിയത്. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം യശ് നായകനായി എത്തുന്ന സിനിമ. ഈ 4 വർഷവും യശ് ഈ ചിത്രത്തിന് പുറകെ തന്നെയായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ചിത്രത്തിന് ഇന്ത്യ ഒട്ടാകെ കിട്ടുന്നത് വളരെയധികം നെഗറ്റീവ് റെസ്പോൺസ് ആണ്. സമ്മിശ്ര പ്രതികരണം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സും തിയേറ്റർ റെസ്പോൺസിൽ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണവും ഒക്കെ തന്നെ മറു രീതിയിലായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായിട്ടായിരുന്നു വന്നത്. ഏകദേശം 500 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കപ്പെട്ട സിനിമയും കൂടിയായിരുന്നു അത്. ടോക്സിക് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ റിലീസ് ചെയ്ത് യഷിന്റെ ബർത്ത്ഡേ ടീസറും ഒക്കെ ബന്ധപ്പെട്ട് സ്ത്രീ വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. ടോക്സിക് രംഗങ്ങൾ ഒരുപാടുണ്ട് എന്നത് സംബന്ധിച്ച് ഗീതു മോഹൻദാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രീ റിലീസ് ഇവന്റുമായി ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസ് എത്തിയപ്പോൾ പോലും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഗീതു പറഞ്ഞ മറുപടി സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയൂ എന്നത് സംബന്ധിച്ചാണ്. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഈ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് രൂപേഷ് പീതാംബരൻ 2017 നടന്ന ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് വീണ്ടും കസബയിലെ ഈ രംഗം വിവാദമായ ഹരികൃഷ്ണനാണ് നമുക്കിപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവർ തമ്മിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആഞ്ഞടിക്കലുകളൊക്കെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജോലീൻ ഈ ശബ്ദം ഇനി ഓർമ്മകളിൽ മാത്രം. കൺട്രി മ്യൂസിക് ഇതിഹാസം ഡോളി പാർട്ടൺ 80-ാം വയസ്സിൽ അന്തരിച്ചു. നാഷ്വില്ലിലായിരുന്നു അന്ത്യം. മരണകാരണം ഔദ്യോഗികമായി പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസറുമായുള്ള ഹ്രസ്വ പോരാട്ടത്തിനു ശേഷമായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഡോളിയോടുള്ള ആദര സൂചകമായി ന്യൂയോർക്കിലെ പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ചൊവ്വാഴ്ച പിങ്ക് നിറത്തിലുള്ള സ്പാർക്കിളുകളാൽ പ്രകാശിപ്പിച്ചു. ഏകദേശം 6 പതിറ്റാണ്ട് നീണ്ട കരിയറാണ്. ഗായിക, ഗാനരചയിതാവ്, അഭിനേത്രി, ബിസിനസ് വുമൺ അങ്ങനെ ഏത് റോളിലായാലും ഡോളി സ്വന്തമായൊരു സ്റ്റൈൽ ഉണ്ടാക്കിയിരുന്നു. ടെന്നസിലെ 12 മക്കളുള്ള ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ഡോളി പള്ളിയിൽ പാടി തുടങ്ങിയാണ്. പിന്നീട് അങ്ങനെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറി. പിന്നീട് പാടിയ ജോലീൻ കോട്ട് ഓഫ് മെനി കളേഴ്സ്, ഐ വിൽ ഓൾവേസ് ലവ് യു പോലുള്ള ഗാനങ്ങളിൽ ലോകം മുഴുവൻ അറിയാവുന്ന ഒരു താരമായി അവർ മാറി. 100 മില്യണിലേറെ റെക്കോർഡുകൾ, 3000-ലേറെ ഗാനങ്ങൾ, 11 ഗ്രാമി അവാർഡ്സ്, അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട് ഈ ഗായികയെ പറ്റി പറയാനാണെങ്കിൽ. പക്ഷേ ഡോളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ ഇതായിരുന്നു: അവരുടെ പാട്ടുകൾക്ക് പ്രായമില്ലായിരുന്നു. ഒരു തലമുറ കേട്ട പാട്ടുകൾ അടുത്ത തലമുറയും ഏറ്റെടുത്തു. അവരുടെ ലുക്കും ആ ചിരിയും തമാശകളും ബിസിനസ് ബുദ്ധിയും എല്ലാം ചേർന്നപ്പോൾ ഡോളി എന്നത് ഒരു പേര് എന്നതിനെക്കാട്ടിലൊക്കെ ഒരു ബ്രാൻഡ് തന്നെയായി മാറി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ പല കോണുകളിലും ഒരുപാട് ഹൃദയങ്ങളാണ് ആ ശബ്ദത്തെ ഓർത്ത് നിശബ്ദമായത്. ഒരുപാട് പേരുടെ ബാല്യത്തിന്റെയും ഓർമ്മകളുടെയൊക്കെ ഭാഗമായിരുന്ന ആ ശബ്ദം ഇനി നേരിട്ട് കേൾക്കാനാവില്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. പക്ഷേ ഡോളി പറഞ്ഞു പോയ കഥകളും പാടിയ പാട്ടുകളും അവ സ്പർശിച്ച ജീവിതങ്ങളും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഒരു ദിവസം നമ്മൾ എല്ലാവരും ഈ ലോകത്തോട്ട് വിട പറയും. പക്ഷേ ചിലർ പോയ ശേഷവും അവരുടെ ശബ്ദം ഇവിടെ ബാക്കിയുണ്ടാവും. ഡോളി പാർട്ടൺ എന്നത് അത്തരത്തിൽ ഒരിക്കലും നമുക്കൊന്നും മറക്കാനാകാത്ത ഒരു ശബ്ദമായിരുന്നു. പാട്ടുകളിലൂടെ ഒരുപാട് തലമുറകളെ കൂട്ടിച്ചേർത്ത ഒരു ശബ്ദമായിരുന്നു. എന്തായാലും ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുവോണം 3-ാം നാളാണ്, അവിട്ട ദിനമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നേപ്പാളിൽ ഇപ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ നമുക്ക് എന്തൊക്കെ ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അവിടെ നിന്നുള്ള കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി അവിട്ടത്തിന് ആശംസകൾ നേരുന്നു. എല്ലാവരും ഇപ്പോൾ ബന്ധുവീടുകളിലൊക്കെ പോകുന്ന തിരക്കുകളിലായിരിക്കും എന്നറിയാം. ഈ വർഷത്തെ ഓണമൊക്കെ നല്ലോണം ആഘോഷിക്കുക. എന്നാൽ തലസ്ഥാന നഗരിയിൽ 30-ാം തീയതി വരെ ആഘോഷങ്ങൾ സജീവമായി നടക്കുകയാണ്. വലിയ തിരക്കാണ് എല്ലായിടത്തും. എനിക്കും ഇന്നലെ നഗരത്തിലൂടെയൊക്കെ പോയതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിൽ ഞാൻ നിൽക്കുകയാണ്. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് സേറ മിയ ഐസൻ സൈനിങ് ഓഫ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.